ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഈ മൂന്ന് ധാരകളിലെയും ഫാസിസ്റ്റ് വിരുദ്ധമായ കാര്യങ്ങൾ കണ്ടെത്തിക്കൊണ്ട് വിപുലമായൊരു ഐക്യമുന്നണിയുടെ നേതൃത്വമായി അതിനെ മാറ്റി തീർക്കുക എന്ന ദൗത്യമാണ് ഓരോ ഇന്ത്യക്കാർക്കും ഉള്ളത്. അത്രമേൽ അപകടകരമാണ് ഇന്ത്യൻ അവസ്ഥ. നമ്മുടെ നിത്യജീവിതത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു ആധുനിക വെൽഫെയർ സ്റ്റേറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സിസ്റ്റം എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഇവരുടെ മൂന്ന് പേരുടെയും നിരീക്ഷണങ്ങൾ എക്സ്ട്രീംലി ഡിഫറൻറ്റ് തന്നെയാണ്, ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതിൽ നമ്മൾ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ സാധ്യമാകുന്ന ഒരു ആശയം അംബേദ്കറെ ആയിത്തീർന്നതിൻ്റെ ഒരു അംബേദ്കർ ആശയം മാത്രമാണ് നമ്മൾ. അംബേദ്കർ തൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ മാർക്സിനെ മനസ്സിലാക്കാനും മാർക്സിൻ്റെ ആശയങ്ങളുമായിട്ടും ഇടപെടലുകൾ നടത്താനും നിരന്തരം ശ്രമിച്ചിരുന്നു. പക്ഷേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ്. ഇപ്പോൾ ബുദ്ധ ഓർ കാൾ മാർക്സ്, അതുപോലെ തന്നെയാണ് ബുദ്ധ ആൻഡ് ഹിസ് ധമ്മ, ഇങ്ങനെ രണ്ട് ചെറിയ പുസ്തകങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ചില തലക്കെട്ടുകൾ മാത്രമാണ് അദ്ദേഹം എഴുതി വെച്ച് പോയിട്ടുള്ളത്. ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ 100 വോള്യം ഉണ്ടെന്നാണ് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കത്തിടപാടുകളും. അതിൽ നിന്ന് ഗാന്ധിക്ക് തന്നെ എതിരായിട്ട് എഴുതിയത് കണ്ടെത്തിയൊരു പുസ്തകമാക്കാൻ പറ്റും. അത്രമാത്രം വൈരുദ്ധ്യങ്ങൾ കാണാം. അതേക്കുറിച്ച് ഗാന്ധിയുടെ ഒരു നിരീക്ഷണമുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതിനോട് ഞാൻ ഇപ്പോൾ പറയുന്നത് പൊരുത്തപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നല്ല നോക്കേണ്ടത്, ഞാൻ ഇപ്പോൾ പറയുന്നത് യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നോക്കേണ്ടത്. ഗാന്ധി, അംബേദ്കർ, മാർക്സ് 3 വിമോചനധാരകൾ എന്ന ഈ ഒരു പ്രമേയം ഇതിനു മുൻപും പലതവണ ഇതുപോലെയുള്ള സാഹിത്യോത്സവങ്ങളിൽ ചർച്ചാവിധേയമായിട്ടുള്ള ഒരു പ്രമേയം തന്നെയാണ്. വീണ്ടും നമ്മൾ ഇവിടെ അത് ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം വളരെ അധികമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ രാഷ്ട്രം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ എങ്ങനെ നമുക്ക് ഈ 3 ചിന്താധാരകളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നേരിടുന്ന പല പ്രതിസന്ധികളെയും അഡ്രസ്സ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു അന്വേഷണമായിരിക്കും ഇത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ 3 ചിന്താധാരകളും അതിൻ്റേതായ ഓണ്ടോളജിക്കലിയും എപ്പിസ്റ്റമോളജിക്കലിയും നോക്കുകയാണെങ്കിൽ ഒരു സ്വതന്ത്രമായ അസ്തിത്വമുള്ള അതിൻ്റേതായ സിംഗുലാരിറ്റികളിൽ തന്നെ ഒരു എക്സിസ്റ്റൻസ് ഉള്ള ഒരു പാരഡൈംസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, ചിന്താധാരകളായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ ഈ 3 ചിന്താധാരകളെയും ഒരുമിച്ച് ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ ഈ 3 ചിന്താധാരകളുടെയും ഇടയിൽ ഉള്ള സമാനതകളെക്കുറിച്ചുള്ള അന്വേഷണം ഏതെങ്കിലും തരത്തിൽ നമ്മൾക്ക് കൂടുതലായുള്ള എന്തെങ്കിലും തിരിച്ചറിവുകൾ നൽകുമോ? അതല്ല, ഇതിനിടയിലുള്ള വൈരുദ്ധ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ആ അന്വേഷണത്തിലൂടെ നമ്മൾക്ക് കൂടുതലായിട്ടുള്ള എന്തെങ്കിലും ഈ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ ഉള്ള എന്തെങ്കിലും തിരിച്ചറിവുകൾ കിട്ടുമോ എന്നുള്ള ഒരു ചർച്ചയായിരിക്കാം ഇതെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ ഈ 3 സൈദ്ധാന്തികരും അവരുടേതായ ജീവിത പരിസരങ്ങളിൽ നിന്നും അവരുടെ ആർജിതമായ അറിവുകളിൽ നിന്നും അനുഭവ പരിചയങ്ങളിൽ നിന്നുമാണ് അവരുടേതായ ചിന്താരീതികളെ വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ളതെന്ന് നമുക്കറിയാം. എന്നാൽ അതോടൊപ്പം തന്നെ സമാനതകളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ മനുഷ്യൻ്റെ വിമോചനം, അധികാരത്തിൻ്റെ പല രൂപങ്ങളിൽ നിന്നും അടിച്ചമർത്തലുകളിൽ നിന്നുമുള്ള സാധാരണ മനുഷ്യരുടെ വിമോചനം സ്വപ്നം കണ്ട് സമത്വസുന്ദരമായ ഒരു ലോകം സ്വപ്നം കണ്ടവരായിരുന്നു 3 പേരും എന്നുള്ളതാണ് ഒരു സമാനത. അതുപോലെ തന്നെ ഈ 3 പേരും മനുഷ്യരുടെ അന്യവൽക്കരണത്തിനെ, ഏലിയനേഷനെ അഡ്രസ്സ് ചെയ്തവരാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ 3 പേരെ ഒരുമിച്ച് ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ ഇത് വായിക്കേണ്ടത്, നോക്കി കാണേണ്ടത് എന്നാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് പാനലിസ്റ്റുകളിലേക്ക് പോവാം. ഞാൻ ആദ്യമായി KN സാറിലേക്കാണ് പോകുന്നത്. സാർ എങ്ങനെയാണ് ഒരു വിഷയത്തെ ഇന്നത്തെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മളിവിടെ സംവാദ വിധേയമാക്കുന്ന മാർക്സ്, അംബേദ്കർ, മഹാത്മാഗാന്ധി, ഈ 3 പേരുടെയും
സൈദ്ധാന്തിക കാഴ്ചപ്പാട് അടിസ്ഥാനപരമായി വ്യത്യസ്തമാണ്. ഒരു നിലക്കും അവരെ സൈദ്ധാന്തികമായി ഒരു കൊടക്ക് കീഴിൽ ഒരുമിച്ച് നിർത്താൻ കഴിയില്ല. ആരെത്ര തലകുത്തി നിന്നാലും അവരുടെ ലോകങ്ങൾ വ്യത്യസ്തമാണ്. പക്ഷേ ഇന്നത്തെ ലോകത്ത്, പ്രത്യേകിച്ചും ഇന്ത്യൻ പശ്ചാത്തലത്തിൽ, അവർക്ക് 3 പേർക്കും ഒരു കൊടക്കീഴിലല്ലാതെ സഞ്ചരിക്കാൻ പറ്റില്ല. അവർ സഞ്ചരിച്ചേ പറ്റൂ. അതുകൊണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ പുലർത്തുന്ന ഗാന്ധിയന്മാരാവട്ടെ, മാർക്സിസ്റ്റുകാരാവട്ടെ, അംബേദ്കറൈറ്റുകളാവട്ടെ, ആരാവട്ടെ, അവർ ജീവിക്കുന്ന കാലത്തെ അഭിമുഖീകരിക്കാൻ ധീരരാണെങ്കിൽ തീർച്ചയായിട്ടും സൈദ്ധാന്തികമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം ഐക്യത്തിൻ്റെ ഒരു ലോകം അടിയിൽ നിന്നും കെട്ടിപ്പൊക്കണം. ഇനി പ്രത്യക്ഷത്തിൽ ഐക്യത്തിൻ്റെ ലോകം കെട്ടിപ്പൊക്കാൻ ഒരു കാരണവും ഇല്ലയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സാങ്കല്പികമായ കാരണങ്ങൾ കൃത്രിമമായി ഉണ്ടാക്കിയാലും വേണ്ടില്ല, നമ്മൾ ഈ കാലത്ത് ഐക്യത്തിൻ്റെ ഒരു ലോകം കെട്ടിപ്പടുക്കണം. മറ്റൊരു വിധേനയും ഇന്ത്യൻ ജനതയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവർക്ക് ഇതുപോലുള്ള സംവാദം പോലും സംഘടിപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ കോഴിക്കോട് ആർട്സ് കോളേജിലെ ക്യാമ്പസിൽ ഇത്തരമൊരു സംവാദം സംഘടിപ്പിക്കപ്പെടുമ്പോൾ ഇന്ത്യയിലെ എല്ലാ ക്യാമ്പസിലും ഇത്തരം സംവാദം സംഘടിപ്പിക്കാൻ പറ്റില്ല. രാവും പകലും സംവാദവേദിയായിരുന്ന JNU, ഇന്ത്യ നീണാൾ വാഴട്ടെ, JNU തുലയട്ടെ. ഇന്ത്യയുടെ അഭിമാനമാണ് JNU. പക്ഷേ അവിടെ മുഴങ്ങിക്കെട്ട മുദ്രാവാക്യം ഇന്ത്യ നീണാൾ വാഴട്ടെ, JNU തുലയട്ടെ. അതിൻ്റെ കാരണം ഇവിടെ കൊല്ലത്തിലൊരിക്കലോ അപൂർവമായിട്ടാണ് ഇതുപോലുള്ള സംവാദങ്ങളൊക്കെ നടക്കുന്നത്. അതും വളരെ ഔപചാരികമായിട്ടാണ്. എന്നാൽ JNU പോലുള്ളൊരു ക്യാമ്പസിൽ അത് അടിമുടി സംവാദ നിർഭരമാണ്. അത് സമ്മതിക്കില്ല എന്ന ഇന്ത്യൻ നവഫാസിസത്തിൻ്റെ കൽപ്പനയാണ് ഇപ്പോൾ ആ ക്യാമ്പസിൽ കൊടി പറത്തുന്നത്. കൂട്ടത്തിൽ ഓർക്കുക, ദേശീയത പഠിപ്പിക്കാൻ വേണ്ടി അവിടെ വലിയൊരു മിലിറ്ററി ടാങ്കും സ്ഥാപിച്ചിട്ടുണ്ട്. ദേശീയത പഠിപ്പിക്കാൻ പറ്റിയ ഉപകരണമാണ്. യുദ്ധമുഖത്തല്ല, ക്യാമ്പസിൻ്റെ അകത്താണ്, മ്യൂസിയത്തിലല്ല ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ ക്യാമ്പസിൻ്റെ അകത്താണ് സ്ഥാപിച്ചിരിക്കുന്നത്. സത്യത്തിൽ അത് JNUവിൽ മാത്രമല്ല, എല്ലാ ക്യാമ്പസുകളിലേക്കും അത് കടന്നു വന്നിരിക്കുകയാണ്. ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഞാൻ ആവർത്തിക്കുന്നു, നമ്മൾ ഈ 3 ദാർശനിക പദ്ധതികൾ, മാർക്സിനെക്കുറിച്ച് പറയുമ്പോൾ വിവരണമൊന്നും ആവശ്യമില്ല, വിശദീകരണവും ആവശ്യമില്ല. ഒരു സാർവദേശീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്, ഏതെങ്കിലും ഒരു രാജ്യത്തെക്കുറിച്ചല്ല, ഏതെങ്കിലും ഒരു ദേശീയതയെക്കുറിച്ചല്ല, ഏതെങ്കിലും ഒരു സാമൂഹിക വിഭാഗത്തെക്കുറിച്ചല്ല, മറിച്ച് സാർവദേശീയമായ ഒരു വിമോചനത്തെക്കുറിച്ചാണ് മാർക്സ് തൻ്റെ സൈദ്ധാന്തികമായ ആലോചനകൾ. അതിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ സാധാരണ പറയുന്നത് 3 ഉറവിടങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 4 ഉറവിടങ്ങളെക്കുറിച്ച് പറയേണ്ടതുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. 3 ഉറവിടങ്ങളിൽ തന്നെ അതുണ്ട്, അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല എന്നുള്ളത് കൊണ്ടാവാം. അതിലൊന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മാർക്സ് ജനിച്ച ജർമ്മനിയിലെ വളരെ പടർന്ന് പന്തലിച്ചൊരു തത്വചിന്താ പാരമ്പര്യമാണ്. അതിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. 2500 വർഷങ്ങൾക്ക് മുമ്പ് മഹാത്മാ ബുദ്ധൻ ആവിഷ്കരിച്ച തത്വചിന്തയുടെ വലിയൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തെ അല്ല, യൂറോപ്യൻ പശ്ചാത്തലത്തിലുള്ള തത്വചിന്തയുടെ അതിലൊരു പരിമിതിയുണ്ട്. ആ മഹാപാരമ്പര്യത്തെയാണ് മാർക്സിൻ്റെ രൂപീകരണത്തിൻ്റെ ഒരു സ്രോതസ്സായിട്ട് പൊതുവെ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ പറയുന്നത്. രണ്ടാമത്തേത്, ഇന്നത്തെ നമ്മുടെ സംവാദമൊക്കെ സാധ്യമാക്കുന്ന ബൂർഷ്വാ ലിബറൽ റവല്യൂഷൻ എന്ന് വിളിക്കാവുന്ന 1789 ഫ്രഞ്ച് വിപ്ലവം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, രാഷ്ട്രീയ വിപ്ലവത്തിൻ്റെ പരീക്ഷണശാല, അവിടെയാണല്ലോ പാരീസ് കമ്മ്യൂണൊക്കെ 1871. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടു വന്ന രാഷ്ട്രീയ ചിന്തയുടെ സ്രോതസ്സ്. പിന്നെ മാർക്സ് വളരെ കാലം താമസിച്ച മൂലധനമൊക്കെ എഴുതാൻ സഹായകമായി തീർന്ന ഇംഗ്ലണ്ടിലെ, ബ്രിട്ടനിലെ വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ട അർത്ഥശാസ്ത്രത്തിൻ്റെ,
ഈ അർത്ഥശാസ്ത്രത്തിൻ്റെ, ഇംഗ്ലീഷ് അർത്ഥശാസ്ത്രത്തിൻ്റെയും ജർമ്മൻ തത്വശാസ്ത്രത്തിൻ്റെയും ഫ്രഞ്ച് രാഷ്ട്രീയ ശാസ്ത്രത്തിൻ്റെയും പ്രയോഗത്തിൻ്റെയും പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടത് എന്നാണ് പൊതുവെ ടെക്സ്റ്റ് ബുക്കുകളിൽ പറയുന്നത്. അത് പ്രസക്തവുമാണ്. അതിനോട് ഒന്ന് നമുക്ക് കൂട്ടിച്ചേർക്കാം. അത് മറ്റൊന്നുമല്ല, ലോകത്ത് നടന്ന സകലമാന വിമോചന സമരങ്ങളും, അത് ആഫ്രിക്ക, ഏഷ്യ, ലാറ്റിൻ അമേരിക്ക എന്ന വ്യത്യാസമൊന്നുമില്ല. ലോകത്ത് എവിടെ ഏതൊക്കെ കാലത്ത് വിമോചന സമരങ്ങൾ നടന്നുവോ ആ വിമോചന സമരങ്ങൾ മുഴുവനും ഏതെങ്കിലും ഒരു പ്രത്യേക ബ്രാൻഡിൽപ്പെട്ടതല്ല. ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന വിമോചന സമരമായാലും അംബേദ്കറുടെ നേതൃത്വത്തിൽ നടന്ന വിമോചന സമരമായാലും ഇനി കുത്തുകുത്ത് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ലോകത്തിൽ ഏത് വിമോചന സമരമായാലും മാർക്സിന് മുമ്പും മാർക്സിന് പിമ്പും നടന്ന സകലമാന വിമോചന സമരങ്ങളുടെയും ഒരു സ്രോതസ് കൂടി ഒരസന്നിഹിത സാന്നിധ്യമായി മാർക്സിൻ്റെ രൂപീകരണത്തിലുണ്ട് എന്ന് കാണാൻ പറ്റും. ഇനി ഇന്ത്യൻ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ മാർക്സ് പറഞ്ഞത് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ മനസ്സിലാവണമെങ്കിൽ സാധാരണ ആവർത്തിക്കാറുള്ളൊരു പ്രയോഗമാണ്, നമ്മുടെ മേശപ്പുറത്ത് മിനിമം 2 പുസ്തകം ഉണ്ടാവണം. ഒന്ന് മാർക്സിൻ്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും മിനിമം 2 അംബേദ്കറുടെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന പുസ്തകവുമാണ്. കാരണം മാർക്സ് വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നമുക്കറിയാം അതിൻ്റെ സങ്കീർണത. ദ്വിജരും ശൂദ്രരുമായിട്ടാണ് ഇന്ത്യയിൽ വർഗവിഭജനം നടന്നിട്ടുള്ളത്. അതിൻ്റെ എല്ലാം പശ്ചാത്തലമുണ്ട്. ഇനി മഹാത്മാഗാന്ധിയിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹത്തിന് ഏറ്റവും തിക്തമായ അനുഭവം ഉണ്ടായത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ്. അവിടെ വെച്ചുണ്ടായ അദ്ദേഹത്തിൻ്റെ പീഡനമായ പശ്ചാത്തലത്തിൽ അദ്ദേഹം നടത്തിയ അന്വേഷണങ്ങളും അതിൻ്റെ തുടർച്ചയിൽ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളും അദ്ദേഹത്തിൻ്റെ വിപുലമായ വായനയും എല്ലാം കൂടി ചേർന്ന് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ അദ്ദേഹം പ്രത്യേകിച്ചും സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിൽ അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്ത ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ ഹെജിമോണിക് നാഷണാലിസത്തിനെതിരെ കമ്മ്യൂണൽ നാഷണാലിസം എന്നൊരു വലിയ പരികല്പന അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്തു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സംഗ്രഹിക്കുകയാണ്, ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഈ 3 ധാരകളിലെയും ഫാസിസ്റ്റ് വിരുദ്ധമായ കാര്യങ്ങൾ കണ്ടെത്തിക്കൊണ്ട് വിപുലമായൊരു ഐക്യമുന്നണിയുടെ നേതൃത്വമായി അതിനെ മാറ്റി തീർക്കുക എന്ന ദൗത്യമാണ് ഓരോ ഇന്ത്യക്കാർക്കും ഉള്ളത്. അത്രമേൽ അപകടകരമാണ് ഇന്ത്യൻ അവസ്ഥ. ഇത്രയും അപകടകരമായ ഇന്ത്യയുടെ ഒരു അവസ്ഥയിൽ ഈ സൈദ്ധാന്തികമായ വൈരുദ്ധ്യങ്ങളെ മാറ്റിവെച്ച്, ബഹുമാനപൂർവ്വം മാറ്റിവെച്ചുകൊണ്ട് ഐക്യപ്പെടലിൻ്റെ ആശയത്തിലേക്ക് നമ്മൾ കൂടുതൽ ഊന്നൽ നൽകണമെന്ന് തന്നെയാണ് ഞാൻ അടുത്തതായി ചോദ്യം. എല്ലാവർക്കും നമസ്കാരം. ചോദ്യം ആവർത്തിക്കുന്നില്ല, മോഡറേറ്റർ ഞങ്ങളുടെ 3 പേരോട് ഒരു ചോദ്യം തന്നെയാണ് പറഞ്ഞത്. ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ എൻ്റെ ചില നിരീക്ഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാമെന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഗാന്ധി, മാർക്സ്, അംബേദ്കർ ഈ 3 വ്യക്തികളെ അല്ലെങ്കിൽ ഇവരുടെ സൈദ്ധാന്തിക ആശയങ്ങൾ കെ എൻ മാഷ് പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും പൊരുത്തപ്പെടുന്നതല്ല എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. എന്നാൽ ഈ സമീപ സമയങ്ങളിൽ ഇവരെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ടുള്ളൊരു വായനകൾ നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് കാണുമ്പോൾ തോന്നുന്നത്, നമ്മൾ ഈ മതഗ്രന്ഥങ്ങൾക്കകത്തും അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിൻ്റെ അകത്തുനിന്നും അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങൾക്കുള്ളിൽ നിന്ന് നമ്മൾ സയൻസിനെ ഉണ്ടാക്കിയെടുക്കുന്നു പറഞ്ഞ പോലെ തന്നെ അത് ഒരിക്കലും നടക്കുകയില്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ വളരെ തെറ്റായിട്ടുള്ള ആശയം, അല്ലെങ്കിൽ ദൈവശാസ്ത്രത്തിനുള്ളിൽ നമ്മൾ സയൻസിനെ നിർമ്മിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും പൊരുത്തപ്പെടുകയില്ലാത്ത 3 ആശയങ്ങളാണെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ലാത്ത കാര്യം തന്നെയാണിത്. കാര്യം ഇവർ മുൻപോട്ട് വെച്ച ആശയങ്ങളും ഇവരുടെ എഴുത്തുകളും ഇവർ സമൂഹത്തെ നോക്കിക്കണ്ടതും എങ്ങനെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു ചോദ്യമായി മാറുന്നത്. രണ്ടാമത്തെ ഒരു വശം എന്ന് പറയുന്നത്, ഇന്നത്തെ സാഹചര്യത്തിൽ ഈ 3 വ്യക്തികൾ അല്ലെങ്കിൽ ഈ 3 വ്യക്തികളുടെ എഴുത്തുകൾ എങ്ങനെയാണ് നമ്മുടെ അക്കാദമിക സമൂഹത്തിനുള്ളിലും അല്ലെങ്കിൽ ഇന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങളെ മനസ്സിലാക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും എത്രമാത്രം പവർഫുള്ളാണ് അല്ലെങ്കിൽ എത്രമാത്രം ഉപകാരപ്രദമാണ് ഇവരുടെ 3 പേരുടെ ആശയങ്ങൾ എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് വരും. അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് നടുവിൽ നമ്മൾ എത്തിച്ചേരുന്ന ഉത്തരം എന്ന് പറയുന്നത് അംബേദ്കർ എന്ന് പറയുന്ന ഒരു ഉത്തരത്തിലേക്ക് മാത്രമാണ്.
കാര്യം നമുക്ക് സമൂഹത്തെ വിശകലനം ചെയ്യാനും സമൂഹത്തിൽ നിലനിൽക്കുന്ന വ്യത്യാസങ്ങളെയും ഡിസ്ക്രിമിനേഷനും അത് രണ്ട് രീതിയിൽ, ഒന്ന് നമ്മൾ അക്കാദമിക സമൂഹത്തിനുള്ളിൽ കൃത്യതയാർന്ന ഒരു ഗവേഷണം നടത്തുന്ന നിമിഷങ്ങളിലാണെങ്കിലും, രണ്ട് ഒരു പോപ്പുലർ അല്ലെങ്കിൽ ഒരു ജനപ്രിയ മേഖലയിലെ സാമൂഹ്യ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിൽ ഉള്ള വിവേചനത്തെ അഡ്രസ്സ് ചെയ്യുന്ന നിമിഷങ്ങളിലാണെങ്കിലും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന അല്ലെങ്കിൽ കടമെടുക്കാൻ സാധിക്കുന്ന ആശയം എന്ന് പറയുന്നത് ഇന്ത്യൻ സാഹചര്യത്തിലല്ല ഏതൊരു സാഹചര്യത്തിലും എടുക്കാൻ സാധിക്കുന്ന ആശയം അംബേദ്കറുടെ ആശയങ്ങൾ മാത്രമാണെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ ഇവർ മൂന്ന് പേരുടെയും പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഇവരുടെ മൂന്ന് പേരുടെയും ഇമാജിനേഷനുകൾ നമ്മൾ പരിശോധിച്ചില്ല. ഇവർ സ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം, ഒരാൾ സ്റ്റേറ്റ് വേണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് പോകുന്നു, എന്നാൽ ഗാന്ധിയുടെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് ഒരു രാമരാജ്യം പോലുള്ളൊരു സങ്കല്പത്തിലേക്ക് വരുന്നു. അംബേദ്കർ ആണെങ്കിൽ ഒരു ആധുനിക സ്റ്റേറ്റ് എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് വരുന്നു. അല്ലെങ്കിൽ ഇക്കോണമിയുമായി ബന്ധപ്പെട്ട് ഇവരുടെ മൂന്ന് പേരുടെ ആശയങ്ങൾ പരിശോധിച്ചാലും അവിടെയും കോൺട്രാഡിക്ഷൻ തന്നെയാണ് കാണുന്നത്. എന്ന് തുടങ്ങി നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു ആധുനിക വെൽഫെയർ സ്റ്റേറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ സിസ്റ്റം എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഇവരുടെ മൂന്ന് പേരുടെയും നിരീക്ഷണങ്ങൾ എക്സ്ട്രീംലി ഡിഫറൻറ്റ് തന്നെയാണ്, ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതിൽ നമ്മൾ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ സാധ്യമാകുന്ന ഒരു ആശയം അംബേദ്കറെ ആയിത്തീർന്നതിൻ്റെ ഒരു അംബേദ്കർ ആശയം മാത്രമാണ് നമ്മൾ കാണുന്നത്. ബാക്കിയെല്ലാം തന്നെ മനുഷ്യനെ സംബന്ധിച്ചുള്ള വേറൊരു തരം, ഒന്നെങ്കിൽ മതം കൂട്ടിക്കൊണ്ടുവരുന്ന അല്ലെങ്കിൽ മതത്തിലേക്ക് പിടിച്ചു കെട്ടാൻ ശ്രമിക്കുന്ന കുറേ ആശയങ്ങളുമായിരുന്നു ഗാന്ധിയുടെ ആശയങ്ങളെ സംബന്ധിച്ച്. അപ്പം ഗാന്ധി അംബേദ്കർ തമ്മിലുള്ള ഒരിക്കലും പൊരുത്തപ്പെടത്തില്ല എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അപ്പോൾ അംബേദ്കർ തന്നെ നിരവധി ആർട്ടിക്കിളുകളും അല്ലെങ്കിൽ അംബേദ്കറുടെ പല പുസ്തകങ്ങൾ പരിശോധിച്ചാലും ഗാന്ധി എന്താണ് അല്ലെങ്കിൽ കോൺഗ്രസ് എന്താണ് അസ്പർശ്യർക്ക് വേണ്ടി ചെയ്യുന്നത് പോലുള്ള നിരവധി എഴുത്തുകൾ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം എനിക്ക് 1956 കാഠ്മണ്ഡുവിലൊരു ബുദ്ധിസ്റ്റ് സമ്മേളനം നടക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം മാർക്സിനെയും ബുദ്ധനെയും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടുള്ളൊരു പഠനം, ഒരു പ്രസംഗം നടത്തുന്നു. അതാണ് പിന്നീട് ഒരു പുസ്തകമൊക്കെയായി മാറുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യത്തിലും ഇവരെ തമ്മിൽ കമ്പയർ ചെയ്യണം, ഇവരുടെ ആശയങ്ങളെ തമ്മിൽ. അപ്പം അതിൻ്റെ അകത്തും വലിയ പ്രശ്നങ്ങളും അല്ലെങ്കിൽ എങ്ങനെയാണിത് വളരെ പെട്ടെന്ന് തള്ളിക്കളയാൻ സാധിക്കും. അതിൻ്റെ അകത്തൊരു ചില പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ അതിനെ സംബന്ധിച്ച് ഒരു നിരീക്ഷണം വെക്കുന്നുണ്ട്. കാര്യം ബുദ്ധൻ എന്ന് പറഞ്ഞ 2000 വർഷം മുൻപുള്ള ആളാണ്, അതിനുശേഷം വന്ന മാർക്സിനെയും എങ്ങനെയാണ് ആശയങ്ങളെ കമ്പയർ ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ പ്രസക്തമായി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും വേറൊരു തലത്തിലുള്ള, അതായത് മനുഷ്യൻ്റെ ഒരു സാമൂഹ്യ ബോധത്തെയും മനുഷ്യൻ്റെ ഒരു തുല്യതയും ഒക്കെ സംബന്ധിച്ചുള്ള ഒരാശയം അംബേദ്കറുടെ ഇത്തരത്തിലുള്ള മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് വെക്കുന്നതെങ്കിലും ആ ഒരു സാഹചര്യത്തിലാണ്. അതുകൊണ്ടാണ് അംബേദ്കർ പറയുന്നത് ഈ ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഒരു കോണ്ടക്സ്റ്റിൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറഞ്ഞൊരു ആശയമാണ് അവർ മുൻപോട്ട് വെച്ചത്. പക്ഷേ അവിടെ ഒരിക്കലും സമത്വം ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്നാൽ റഷ്യൻ റവല്യൂഷനിലൂടെയാണ് ആ സമത്വത്തെക്കുറിച്ചുള്ളൊരു ആലോചന മുൻപോട്ട് കൂടുതൽ ശക്തമായി വന്നത് എന്നുള്ളൊരു കാര്യം അംബേദ്കർ നിരീക്ഷിക്കുന്നു. എന്നാൽ അവിടെയും ആ ഒരു രീതിക്ക് തന്നെ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നില്ല. എന്നാൽ മാർക്സിസത്തിന് എല്ലാം നൽകാനാവത്തില്ല, ഏതെങ്കിലും ഒന്ന് മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ എന്നൊരു കാര്യമൊക്കെ അദ്ദേഹം നിരീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ, ഒന്ന് അക്കാദമിക സമൂഹത്തിനുള്ളിൽ നിന്നുകൊണ്ട് ചരിത്രത്തെയും അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രത്തെയും സാഹിത്യത്തെയും പഠിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളെന്ന നിലയിലും ഇന്നത്തെ ഒരു ഇന്ത്യൻ സാഹചര്യത്തിലെ ജാതി അധിഷ്ഠിതമായിരിക്കുന്ന ആ ഒരു സിസ്റ്റത്തിനെ അഡ്രസ്സ് ചെയ്യണം എന്ന ഒരു നിലയ്ക്കും നമുക്ക് അംബേദ്കർ അല്ലാതെ വേറൊരു ഓപ്ഷനില്ല. അതുപോലെ തന്നെ വരുന്നത് ഇപ്പോൾ മറ്റ് മാർക്സിസ്റ്റ് രീതിയിലുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അതൊരു ക്ലാസ് റിഡക്ഷനിസം എന്ന് പറഞ്ഞാണ് അത് നേരിടുന്ന ഏറ്റവും വലിയൊരു വിമർശനം. വർഗ്ഗ ന്യൂനീകരണം എന്നൊരു പദമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഒരു വർഗ്ഗരഹിത സമൂഹം എന്നുള്ള നിലയിലേക്കൊക്കെ വരുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് മുൻപോട്ട് വെക്കുന്നത്. പക്ഷേ ഗാന്ധി ആണെങ്കിൽ നേരെ തിരിച്ച് ജാതി നിലനിൽക്കണം എന്ന ഒരു സാഹചര്യം, അതിനുള്ളിലെ പ്രശ്നങ്ങളെയൊക്കെ ഒന്ന് തൽക്കാലം തണുപ്പിച്ച് മാറ്റി നിർത്തിയാൽ മതി, വേറെ പ്രശ്നമില്ല എന്ന് പറയുകയും, എന്നാൽ അംബേദ്കർ മുൻപോട്ട് വെക്കുന്ന ഒരു ജാതി ഇല്ലാത്ത ഒരു സൊസൈറ്റിയെ സംബന്ധിച്ചുള്ള ഒരു സങ്കല്പമാണ് മുൻപോട്ട് വെക്കുന്നത്. അപ്പോൾ റിസർവേഷനിലൂടെയൊക്കെയാണത് പരിഹരിക്കപ്പെടുന്നത്. ഒരു ജനറേഷൻ കഴിയുമ്പോൾ അതിൻ്റെ ഒരു പോലും ആവശ്യം വരത്തില്ല എന്ന ഒരു സങ്കല്പത്തിലേക്കായിരുന്നു കാര്യങ്ങൾ മുൻപോട്ട് വരുന്നത്. എന്നാൽ അതൊന്നും തന്നെ നടക്കുന്നില്ല. എന്നാൽ ഇവരുടെ മൂന്ന് പേരുടെ ആശയങ്ങൾ ഒരു തരത്തിലും ഇന്നത്തെ വേറൊരു രാഷ്ട്രീയത്തിൻ്റെ സാഹചര്യത്തിൽ നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ മാർക്സ് ഒഴികെ ഇവരെ രണ്ടുപേരെയും ഹിന്ദുത്വ ശക്തികൾക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട് വേറൊരു രീതിയിൽ. തെറ്റായിട്ടുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ 2015 അംബേദ്കറുടെ 125ാമത് ജന്മദിനത്തിന് RSSൻ്റെ ഒരു മാസിക ഓർഗനൈസർ തന്നു. അതിൻ്റെ ഒരു സ്പെഷ്യൽ ഇഷ്യൂ ഇറക്കുകയാണ് അവർ, അംബേദ്കറിനെ കുറിച്ചൊരു സ്പെഷ്യൽ ഇഷ്യൂ. അപ്പോൾ ഗാന്ധിയെക്കുറിച്ചും അങ്ങനെ പറയുന്നു. അല്ലെങ്കിൽ ഈ ഇന്ത്യയിൽ ജനിച്ച് വളർന്ന ഇവരുടെ രണ്ടുപേരുടെയും കാര്യങ്ങളെ വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കാനുള്ള ശ്രമങ്ങൾ ഈ RSS പോലുള്ള ശക്തികൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവിടെ മാർക്സ് അഭിപ്രായം മാറി നിൽക്കുകയാണ്, മാർക്സിനെ എടുക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക്
താനൊരു ഹിന്ദുവായി ഒരിക്കലും മരിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് അംബേദ്കറെ മുൻപോട്ട് വെക്കുന്നതിന് സാധ്യവുമല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ പ്രശ്നങ്ങളും കോൺട്രാഡിക്ഷനുകളും വളരെ ശക്തമായി നിലനിൽക്കുകയാണ്. എങ്കിലും നമ്മൾ സാമൂഹ്യശാസ്ത്രപരമായി നിരീക്ഷിക്കുമ്പോൾ സൊസൈറ്റിയെ വിശകലനം ചെയ്യാൻ പര്യാപ്തമായിരിക്കുന്ന സൈദ്ധാന്തിക ആശയങ്ങളും മെത്തഡോളജി മുൻപോട്ട് വെച്ചിരിക്കുന്നത് അംബേദ്കറിൻ്റെ ആശയങ്ങൾ തന്നെയാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അംബേദ്കർ തൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ മാർക്സിനെ മനസ്സിലാക്കാനും മാർക്സിൻ്റെ ആശയങ്ങളുമായിട്ടും ഇടപെടലുകൾ നടത്താനും നിരന്തരം ശ്രമിച്ചിരുന്നു. പക്ഷേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ്. ഇപ്പോൾ ബുദ്ധ ഓർ കാൾ മാർക്സ്, അതുപോലെ തന്നെയാണ് ബുദ്ധ ആൻഡ് ഹിസ് ധമ്മ, ഇങ്ങനെ 2 ചെറിയ പുസ്തകങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ചില തലക്കെട്ടുകൾ മാത്രമാണ് അദ്ദേഹം എഴുതി വെച്ച് പോയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കാലം കടന്നുപോയി. അപ്പോൾ ഞാനും പലപ്പോഴും ആഗ്രഹിച്ചിരുന്നു കുറച്ചു കാലം കൂടെ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു ആശയ ലോകം അദ്ദേഹം സമ്മാനിച്ചിട്ട് പോവുമായിരുന്നു എന്നുള്ളത്. പക്ഷേ ഈ 3 പേരും, ഈ 3 ചിന്തകരും തങ്ങളുടെ ആശയങ്ങളെ കാലത്തിൻ്റെ ഒരിടത്തും ഫ്രീസ് ചെയ്യാൻ ശ്രമിക്കാതെ സ്വയം നവീകരണത്തിനും ആശയങ്ങളുടെ നവീകരണത്തിനും വളർച്ചയ്ക്കും വിട്ടുകൊടുക്കുകയായിരുന്നു, ഒരു പരിണാമങ്ങൾക്കും വിട്ടുകൊടുക്കാനാണ് ചെയ്തിരുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. വിനിൽ പോൾ പറഞ്ഞത് ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥകളെ മനസ്സിലാക്കാനും അതിനോട് പ്രതികരിക്കാനുമുള്ള ഒരു മെത്തഡോളജി നമ്മൾ അംബേദ്കറിലേക്ക് പോയാൽ തന്നെയാണ് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. കുറച്ച് കോൺട്രഡിക്ടറി ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് രണ്ടുപേരും പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു റൗണ്ട് കൂടെ ഡിസ്കഷൻ നമുക്ക് പോവാം, സമയപരിമിതിയുണ്ട്. അത് കഴിഞ്ഞ് സദസ്സിൻ്റെ ചോദ്യങ്ങളിലേക്ക് പോകാവുന്നതാണ്. ഞാൻ KN സാറോട് പറയുന്നത്, അപ്പോൾ ഞാൻ എൻ്റെ ഡൽഹി ജീവിതകാലത്തൊക്കെ ലാൽ നീല സലാം, ജയ് ഭീം ലാൽ സലാം എന്നുള്ളതൊക്കെ ഒരു 2015-16 കാലഘട്ടത്ത് ഉയർന്നു കേട്ടുള്ള മുദ്രാവാക്യങ്ങളും പരസ്പരം അഭിസംബോധന ചെയ്യുന്ന രീതികളൊക്കെ ആയിരുന്നു. അത് ഇന്നും തുടർന്ന് വരുന്നു. നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ വൈരുദ്ധ്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും ഇവരുടെ ആശയങ്ങളെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഇവരുടെ ആശയങ്ങളെ പിന്തുടരുന്നവർ തമ്മിലുള്ള ആ ഒരു ഐക്യപ്പെടലിന് അത്രയധികം പ്രസക്തിയുള്ളപ്പോൾ ഇവരെ തമ്മിൽ ധ്രുവീകരിച്ച് നിർത്തേണ്ടത് ചില സ്ഥാപിത താല്പര്യങ്ങൾ ഉള്ളതല്ലേ. ഈ ഒരു തീവ്ര ഹിന്ദുത്വ ഭരണകൂടം, ഒരു അതോറിറ്റേറിയൻ ഭരണകൂടമുള്ള രാജ്യത്ത് ചില ആളുകളുടെ വെസ്റ്റഡ് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് അല്ലേ, അതിൽ നമ്മൾ പെട്ടുപോവുകയാണോ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഒരു കാര്യം വളരെ കൃത്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എത്ര തലകുത്തി നിന്നാലും ഏതൊക്കെ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വിശകലനങ്ങൾ നിർവഹിച്ചാലും നമുക്ക് മാർക്സിനെയും അംബേദ്കറെയും ഒന്നിച്ച് നിർത്താൻ കഴിയില്ല, മഹാത്മാഗാന്ധിയെ ഒന്നിച്ച് നിർത്താൻ കഴിയില്ല. സൈദ്ധാന്തികമായി ഭിന്ന ലോകങ്ങളിലാണ്. 1. 2, അങ്ങനെ ആയിരിക്കെ തന്നെ പ്രായോഗികമായി ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഒരു ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണിയിൽ 3 പേർക്കും ഒരുമിച്ച് നിൽക്കാൻ കഴിയും എന്ന് മാത്രമല്ല, നേതൃത്വം നൽകാനും കഴിയും. 3ാമത്തെ കാര്യം, മാർക്സിസം എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ഫിലോസഫിയാണ്, ഒരു തുറന്ന തത്വചിന്തയാണ്. അടഞ്ഞ തത്വചിന്ത അതിൽ തന്നെ അവസാനിക്കുമ്പോൾ തുറന്ന തത്വചിന്ത ലോകത്ത് നടക്കുന്ന എല്ലാ മാറ്റങ്ങളോടും തത്സമയം പ്രതികരിച്ചുകൊണ്ട്, അതിനെ സ്വാംശീകരിച്ചുകൊണ്ട്, അതിനോട് വിമർശനാത്മകമായി സംവാദം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നാം കാണുന്നത്. അതിനെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ട കാര്യമില്ല. കാരണം മാർക്സ് 1883 മരിക്കുമ്പോൾ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളും അദ്ദേഹം മുന്നോട്ട് വച്ച കാഴ്ചപ്പാടുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ മാർക്സിസം അവിടെ നിന്നില്ല, അവിടെ നിന്ന് അത് വളരെ മുന്നോട്ട് പോവുകയുണ്ടായി. ക്യൂബയിൽ ഫിഡൽ കാസ്ട്രോ മാർക്സിൽ നിന്ന് ആവേശം കൊണ്ടതുപോലെ തന്നെ ജോസ് മാർട്ടിയിൽ നിന്നും ആവേശം കൊണ്ടു. ലോകത്തിൻ്റെ സകല നന്മകളും ഒരു ധാന്യമണിയിൽ ഒതുങ്ങുന്നു. മാർട്ടിയുടെ വളരെ പ്രസിദ്ധമായുള്ളൊരു പ്രയോഗമാണ്. ജോസ് മാർട്ടി മാർക്സിസ്റ്റ് അല്ല. സ്പാനിഷ് വിരുദ്ധ സമരത്തിൽ രക്തസാക്ഷിയായ ആളാണ് ജോസ് മാർട്ടി. അപ്പം സൂചിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനം വിമോചനം എന്നുള്ളത് തന്നെയാണ്. ആ വിമോചനത്തിന് സഹായകമായ സകലമാന കാഴ്ചപ്പാടുകളെയും സംവാദാത്മകമായി ഐക്യപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇനി അംബേദ്കറെക്കുറിച്ച് തന്നെ പറഞ്ഞാൽ, അംബേദ്കർ കമ്മ്യൂണിസ്റ്റുകാരുമായി പല ഘട്ടങ്ങളിൽ സഹകരിച്ചിട്ടുണ്ട്, അതിനെ എതിർത്തിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരുടെ വഴങ്ങാത്ത ശത്രുവാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 1950 ഒരു ഇൻ്റർവ്യൂവിൽ
ലിബറൽ ഡെമോക്രസിയുടെ പതനം ആസന്നമാണ്, ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിസമായിരിക്കും ബദലായിട്ട് വരാൻ പോകുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു മാർക്സ് അല്ല, ഒരു അംബേദ്കർ അല്ല, ഒരു ഗാന്ധിയല്ല, മാറി വരുന്ന സാഹചര്യത്തോട് സംവദിക്കുന്ന തരത്തിലുള്ള മാർക്സിനെയും അംബേദ്കറെയും ഗാന്ധിയെയുമാണ് നാം കാണുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് മതമെന്ന് പറയുന്നത്. ഇപ്പോൾ വിനിൽ പോൾ പറഞ്ഞു മതത്തിൽ നിന്ന് സയൻസ് കണ്ടെടുക്കാൻ പറ്റില്ല. വളരെ കൃത്യമാണ്, കണ്ടെടുക്കാൻ പറ്റില്ല. പക്ഷേ മതം നിരവധി രൂപാന്തരീകരണത്തിന് വിധേയമാകുന്നുണ്ട്. രാഷ്ട്രീയ ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം മതമൗലികവാദവും വിമോചന ദൈവശാസ്ത്രവും ഒന്നല്ല. വിമോചന ദൈവശാസ്ത്രം അതിൻ്റെ മതാത്മകമായ തത്വങ്ങളെ വിമോചനവുമായി കണ്ണിയേർത്തുകൊണ്ടുള്ള ഒരു നിലപാട് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ നവോത്ഥാന പ്രസ്ഥാനത്തെയും ഭക്തി പ്രസ്ഥാനത്തെയും കുറിച്ച് പറയുമ്പോൾ അതിൻ്റെയൊക്കെ തുടർച്ചയിലാണ് അംബേദ്കറും സാധ്യമാവുന്നത്. കാരണം അംബേദ്കറിൻ്റെ കുടുംബം കബീർ പാന്ത് വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് വളർന്നു വരുന്നത്. അപ്പോൾ നവോത്ഥാനത്തെയും ഭക്തി പ്രസ്ഥാനത്തെയും സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനത്തെയും നാനാതരത്തിലുള്ള കർഷക സമരങ്ങളെയും തൊഴിലാളി സമരങ്ങളെയും ഒക്കെ മാറ്റി വച്ചിട്ട് നമുക്ക് ഈ പറയുന്ന തരത്തിലുള്ള ഒരു നിശ്ചലമായ അംബേദ്കർ, മാർക്സ്, ഗാന്ധി മാതൃകകൾ ചരിത്രത്തിൽ നിന്നും കണ്ടെത്താനാവില്ല. അതിനേക്കാളേറെ പ്രധാനം നമ്മളുടെ ഒരു കാലമുണ്ടല്ലോ, നമ്മൾ ജീവിക്കുന്ന കാലം. ഈ കാലത്ത് സൈദ്ധാന്തിക സംവാദങ്ങൾക്ക് അവധി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊരു സ്നേഹ സംവാദമായി വികസിപ്പിക്കാവുന്നതാണ്. അതേസമയം ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ വിപുലമായ ഒരു ഐക്യം എന്ന അർത്ഥത്തിൽ ഈ ധാരകളെ ഐക്യപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ 100 വോള്യം ഉണ്ടെന്നാണ് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കത്തിടപാടുകളും. അതിൽ നിന്ന് ഗാന്ധിക്ക് തന്നെ എതിരായിട്ട് എഴുതിയത് കണ്ടെത്തിയൊരു പുസ്തകമാക്കാൻ പറ്റും. അത്രമാത്രം വൈരുദ്ധ്യങ്ങൾ കാണാം. അതേക്കുറിച്ച് ഗാന്ധിയുടെ ഒരു നിരീക്ഷണമുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതിനോട് ഞാൻ ഇപ്പോൾ പറയുന്നത് പൊരുത്തപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നല്ല നോക്കേണ്ടത്, ഞാൻ ഇപ്പോൾ പറയുന്നത് യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നോക്കേണ്ടത്. ഏത് ചിന്തകരുടെ കാഴ്ചപ്പാടെടുത്താലും അവർ ജീവിച്ച കാലത്തിൻ്റെ അടയാളം അതിലുണ്ടാവും. അതൊരു അപനിർമ്മാണത്തിൻ്റെ വിഷയമാണ്. ഇതിൽ നിന്ന് മാർക്സോ ഗാന്ധിയോ അംബേദ്കറോ വിമുക്തമല്ല. അവരുടെ ഭാഷയിൽ, അവരുടെ മെറ്റഫറുകളിൽ ഒക്കെ നമുക്കിത് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അവർ തമ്മിലുള്ള വിയോജിപ്പുകൾ, സൈദ്ധാന്തിക സംവാദങ്ങൾ, അതേക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ തുടരണം. എന്നാൽ ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മുന്നണിയുടെ ഐക്യത്തിന് ധാരാളം സാധ്യതയുണ്ട്. ഐക്യം അംബേദ്കർ ജീവിച്ച കാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഐക്യം എന്ന് പറയുമ്പോൾ ഐക്യത്തിൽ ഐക്യവും സമരവും ഉണ്ടാവുമല്ലോ, രണ്ടും ഉണ്ടായിട്ടുണ്ട്. 50-ൽ ഇടതുപക്ഷ ആശയങ്ങളോട് കുറേ കൂടി അടുത്ത് വരുന്ന സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ ഒറ്റ വാചകത്തിൽ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇന്നും ഊന്നൽ കൊടുക്കേണ്ടത്, ഞാൻ സൈദ്ധാന്തിക സംവാദത്തിന് അവധി കൊടുക്കണം എന്നുള്ള കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരാളേ അല്ല. അതേസമയം ഇന്നത്തെ വിപൽക്കരമായ വിനിൽ പോൾ തന്നെ പറഞ്ഞു, അംബേദ്കറെ പിടിക്കാൻ നോക്കുന്നു, അംബേദ്കർ വഴുക്കും, പിടി കിട്ടില്ല. ഗാന്ധിയെയും പിടിക്കും. ഗാന്ധിയൻ സോഷ്യലിസം ഒരു ഘട്ടത്തിൽ BJP മുന്നോട്ട് വെച്ചതാണ്, അതവർ വിട്ടു. മാർക്സിനെ പിടിക്കാൻ കഴിയില്ല എന്ന് വിനിൽ പോൾ തന്നെ പറഞ്ഞു. ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്, അംബേദ്കറെയും പിടിക്കാൻ പറ്റില്ല, മഹാത്മാഗാന്ധിയെയും പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ 3 പേരുടെയും കാഴ്ചപ്പാടുകൾ ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രസക്തമാണ് എന്ന് മാത്രം ഒരു സംക്ഷിപ്തമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അവസാനമായ ഒരു ചോദ്യം വിനിൽ പോളിനോടാണ്. വിനിൽ പോൾ നേരത്തെ പറഞ്ഞു ഈ തീവ്ര ഹിന്ദുത്വ ഗ്രൂപ്പുകൾ അംബേദ്കറിനെ അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഗാന്ധിയൻ ആശയങ്ങളെയും ഒരു നമ്മുടെ സോഷ്യൽ മെമ്മറിയിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള നിരന്തരമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഗോഡ്സെയെ ദൈവമായി വാഴിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മാർക്സിസ്റ്റ് ചിന്താധാരകൾ പിന്തുടരുന്നവരെയെല്ലാം ഭരണകൂടത്തിൻ്റെ ശക്തികൾ ഉപയോഗിച്ച് നിശബ്ദരാക്കാനുള്ള ശ്രമങ്ങളും. അപ്പോൾ അംബേദ്കറിനെ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ തന്നെ ഇവരെ മറ്റു 2 ആശയധാരകളെ തുടച്ചു മാറ്റാനുള്ള ശ്രമങ്ങളെ നമ്മൾ എതിർക്കേണ്ടത് തന്നെയല്ലേ?
അല്ല, അങ്ങനെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അതൊരു അതേസമയം ക്രിസ്ത്യാനികളെയും അതേ രീതിക്കാണ്, അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ ഉൾപ്പെടാതിരിക്കുന്ന ബാക്കി എല്ലാ മതവിശ്വാസികളും അവർക്ക് അതുപോലെ തന്നെയാണ്, ന്യൂനപക്ഷങ്ങൾ അതുപോലെ തന്നെയാണ്, മുസ്ലിങ്ങൾ അതുപോലെ തന്നെയാണ് എന്ന് തുടങ്ങി ഹിന്ദുത്വ സിസ്റ്റത്തിനുള്ളിൽ പ്രവർത്തിക്കാത്ത എല്ലാവിധ ആശയങ്ങളെയും മതങ്ങളെയും ഒരേപോലെ എതിർക്കുന്ന ഒരു രീതി തന്നെയാണ്. അവിടെ നമ്മൾ ഏത് പൊസിഷൻ എടുക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി മാറുന്നത്. അതായത് ഹിന്ദുത്വ ശക്തികൾ ഈ മൂന്ന് ഗ്രൂപ്പുകളെ, അല്ലെങ്കിൽ ഗാന്ധി, അംബേദ്കർ, മാർക്സ് എന്ന് പറയുന്ന 3 പ്രതിസന്ധികളെ, അല്ലെങ്കിൽ 3 ശത്രുക്കൾ മാത്രമല്ല അവരെ സംബന്ധിച്ചുള്ളത്. അവരെ സംബന്ധിച്ച് ന്യൂനപക്ഷങ്ങളുണ്ട്, മുസ്ലിങ്ങളുണ്ട് എന്ന് തുടങ്ങി ഹിന്ദുത്വ അവരുടെ കോട്ടയ്ക്കുള്ളിൽ ഉൾപ്പെടാതിരിക്കുന്ന എല്ലാവരും തന്നെ ശത്രുക്കളാണ്. അപ്പോൾ ആ ഒരു വിശാലമായ ക്യാൻവാസിൽ നമ്മൾ എന്ത് പൊസിഷൻ എടുക്കും എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മളൊരു പ്രധാന പദ്ധതി ആവിഷ്കരിക്കണം. അവിടെയാണ് നമ്മൾ ഇതൊരു പക്ഷപാതപരമായിട്ടുള്ളൊരു പറച്ചിൽ എന്നുള്ള രീതിയിലല്ല, നമ്മൾ കഴിഞ്ഞ 20 വർഷത്തെ അക്കാദമിക സമൂഹത്തിനുള്ളിൽ സാമൂഹ്യശാസ്ത്ര പഠനങ്ങൾക്കകത്ത് വിവേചനത്തെക്കുറിച്ചും ഡിസ്ക്രിമിനേഷനെക്കുറിച്ചും, അല്ലെങ്കിൽ അത്തരത്തിൽ വരുന്ന മാർജിനലൈസേഷൻ സെക്ഷനെക്കുറിച്ചും എക്സ്ക്ലൂഷനെക്കുറിച്ചുമുള്ള പഠനങ്ങളിൽ എങ്ങനെയാണ് അംബേദ്കറിൻ്റെ ആശയങ്ങൾ പ്രത്യക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ അത് വളരെ പോപ്പുലറായി മാറിയതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ അംബേദ്കർ ആശയങ്ങളാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹിന്ദുത്വ സിസ്റ്റം മുൻപോട്ട് വെക്കുന്നത് ഒരു തരം ഡിസ്ക്രിമിനേഷൻ്റെ ഒരു പ്രത്യക്ഷ രൂപം തന്നെയാണ് അവർ മുൻപോട്ട് വെക്കുന്നത്. അപ്പോൾ ആ പ്രത്യക്ഷ രൂപത്തിനെ പ്രതിരോധിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ആശയം വളരെ അതിൽ സ്വാഭാവികമായിട്ട് അത് യൂറോപ്പിലെ പല ആശയങ്ങൾ കടമെടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത്. നമ്മുടെ ഭരണഘടന പോലെ തന്നെ ഉള്ള ഒരു സിസ്റ്റം തന്നെയാണ്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അംബേദ്കർ എന്നുള്ളൊരു ഉത്തരത്തിലേക്ക് എത്തിച്ചേരുന്നുള്ളതാണ് നിരീക്ഷണം. നന്ദി. ഇനി നമുക്ക് സദസ്സിൻ്റെ ചോദ്യങ്ങളിലേക്ക് പോവാം. വളരെ കുറഞ്ഞ സമയമാണ് നമുക്കുള്ളത്, എന്നാൽ പരമാവധി ചോദ്യങ്ങൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അല്ല, ഞാൻ വിനിപ്പോൾ ഇവിടെ എടുത്തൊരു സമീപനത്തെക്കുറിച്ചൊരു കാര്യം സൂചിപ്പിക്കുകയാണ്. അതൊരു പോസ്റ്റ് മോഡേണിസ്റ്റ് യുക്തിയിൽ നിന്നുകൊണ്ട് അംബേദ്കർ അല്ലെങ്കിൽ ഗാന്ധി, മാർക്സ് ഈ ചിന്താധാരകൾ തമ്മിൽ ഒരു യോജിപ്പും ഇല്ല എന്ന് സ്ഥാപിക്കുന്നത് വളരെ തെറ്റായൊരു സമീപനമാണ്. അതൊരു ഡിഫറൻഷ്യ, എല്ലാത്തിനെയും അതിൻ്റെ വിഭിന്നതയിൽ മാത്രം മനസ്സിലാക്കുക എന്ന, അതിനെ അതിൻ്റെ ഡയലക്റ്റിക്കലായി, അത് കെയ്യനോട് വിശദീകരിച്ചു, അതിനെ ഡയലക്റ്റിക്കലായി മനസ്സിലാക്കാൻ വിസമ്മതിക്കുന്ന ഒരു ദാർശനിക യുക്തി അതിലുണ്ട്. അംബേദ്കറും മാർക്സും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യോജിപ്പ്, തിയററ്റിക്കലായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യോജിപ്പ് ജാതിയെ ഇല്ലാതാക്കണം എന്നുള്ളതാണ്. മാർക്സിൻ്റെ മൂലധനം വായിക്കുമ്പോൾ ഇന്ത്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊളോണിയൽ പ്രശ്നം മാത്രമല്ല, ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ കൂടിയാണ്. ജാതിയെ ഇല്ലാതാക്കേണ്ട ഒന്നായിട്ടാണ് മാർക്സ് കണ്ടത്, ജാതിയെ ഇല്ലാതാക്കേണ്ട ഒന്നായിട്ടാണ് അംബേദ്കറും കണ്ടത്. ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച് രണ്ടുപേരുടെയും സമീപനങ്ങളൊന്നാണ്. എന്താണ്? ഒന്ന്, നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളിൽ ജാതിയെ നിർണ്ണയിക്കുന്ന നമ്മുടെ ഉൽപ്പാദന ഭൗതിക ബന്ധങ്ങളിൽ വരേണ്ട മാറ്റം. അതോടൊപ്പം തന്നെ എന്താണ്? ജാതി പ്രത്യുൽപാദനപരമായി അനുശൂതി നിലനിർത്തുന്നതാണ്. അതുകൊണ്ട് പ്രത്യുൽപാദന ബന്ധങ്ങളിൽ എന്താണ്? ബാഹ്യ വിവാഹങ്ങളുടെ അടക്കമുള്ള പ്രശ്നങ്ങൾ. അപ്പം മൗലികമായി അംബേദ്കറിസ്റ്റുകളും മാർക്സിസ്റ്റുകളും തമ്മിൽ തിയറിറ്റിക്കലായ ഒരു യോജിപ്പിൻ്റെ തലമുണ്ട്. ആ തിയറിറ്റിക്കലായ യോജിപ്പിൻ്റെ തലത്തെ കാണാതെ ഭിന്നതയുടെ വ്യത്യാസത്തിൻ്റെ മാത്രം തലത്തിൽ ഇത്തരം സൈദ്ധാന്തിക ചർച്ചകൾ പോകുന്നത് ഇന്നത്തെ ഒരു ഫാസിസ്റ്റ് ഭീഷണിയുടെ, അംബേദ്കറെയും ഗാന്ധിയെയും മാർക്സിസ്റ്റുകളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയൊക്കെ ഒരുപോലെ വേട്ടയാടുന്ന ഒരു ഫാസിസ്റ്റ് ഭീഷണിയുടെ കാലത്ത് അത്തരത്തിലുള്ള യുക്തികൾ ആരെയാണ് സഹായിക്കുക എന്നത് വിനിത് പോളിനെ പോലുള്ള അക്കാദമിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.